കോൺഗ്രസ് ഭരിക്കുന്ന ഏലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഇന്ന്. അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് കോൺഗ്രസ് BJP തീരുമാനം. ഇങ്ങനെ വന്നാൽ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാൻ കഴിയില്ല. ഗോകുൽ US വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗോകുൽ? അതായത് എലപ്പുള്ളി പഞ്ചായത്തിൽ അവിശ്വാസം എന്നാണ്. അതായത് എലപ്പുള്ളി പഞ്ചായത്തിൽ അവിശ്വാസത്തിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത്, സംസ്ഥാനമാകെ വരുന്നത് ബ്രൂവറി വരുന്ന പഞ്ചായത്താണ്. അവിടെയാണ് ഒയാസിസ് കമ്പനി ഇത്തരത്തിൽ ബ്രൂവറി സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ പഞ്ചായത്തിലാണ് അവിശ്വാസം വരുന്നത്. അതിൽ 9 കോൺഗ്രസ് അംഗങ്ങളും 8 CPM അംഗങ്ങളും 5 BJP അംഗങ്ങളുമുണ്ട്. ഇതിൽ BJP അംഗങ്ങൾ വിട്ടുനിൽക്കാൻ തീരുമാനമായിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അംഗങ്ങളും ഈ ഒരു അവിശ്വാസ പ്രമേയത്തിൽ വിട്ടുനിൽക്കുമെന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാതെ തള്ളാനാണ് സാധ്യത. ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊക്കെ കാരണമായൊരു കാര്യം കൂടിയാണ്. കാരണം CPM ഈ അവിശ്വാസം കൊണ്ടുവരുന്നത് മദ്യ കമ്പനിയെ സംരക്ഷിക്കാനാണെന്നുള്ള ആരോപണമൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു, BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ CPM അതിനെ പ്രതിരോധിച്ച് പ്രാദേശികമായ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഞങ്ങൾ ഈ അവിശ്വാസം കൊണ്ടുവരുന്നത് എന്നാണ്. പക്ഷെ അപ്പോഴും തിരിച്ച് കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്ന പല കാര്യങ്ങളും, അതായത് ഇത്രയും വർഷം ഏകദേശം 4 വർഷത്തോളമായി പല വിഷയങ്ങളും ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും കൊണ്ടുവരാത്ത ഈ അവിശ്വാസം എന്തുകൊണ്ട് ഈ ബ്രൂവറി കമ്പനി വരുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്നൊരു ചർച്ച ഒഴിവാക്കാൻ വേണ്ടി തന്നെ ഇതിൽ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് BJP അംഗങ്ങൾ വിട്ടുനിൽക്കുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് അംഗങ്ങളും വിട്ടുനിൽക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണെന്നൊക്കെ തന്നെ നമുക്ക് കാണാം. ഏകദേശം ഒരു 10:30 സമയത്താണ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസം ചർച്ചയ്ക്കെടുക്കുക. ഉച്ചയ്ക്ക് 2:30 വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസവും ചർച്ചയ്ക്കെടുക്കും. 10:30യോടുകൂടി തന്നെ ഈ അംഗങ്ങൾ വിട്ടുനിൽക്കും, ഈ 2 അംഗങ്ങളും വിട്ടുനിൽക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ചർച്ചയ്ക്കെടുക്കാതെ തന്നെ അവിശ്വാസം തള്ളാനാണ് സാധ്യത.